ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. സോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് PSC 10th പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ്. സോ അതിലെ 5 സെൻസ് ഓർഗൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഫൈനലായിട്ട് പറയാൻ പോകുന്നത് മൂക്കാണ്. മൂക്ക് ചെറിയൊരു ടോപ്പിക്കാണ്. ഞാനിതിൽ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടും പോവാം. മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റിനോളജിയാണ്. നമുക്കറിയാം ഗന്ധം തിരിച്ചറിയാനുള്ള ഇന്ദ്രിയമാണ് മൂക്ക് എന്ന് പറയുന്നത്. ആ മൂക്കിനെ കുറിച്ചുള്ള പഠനം റിനോളജി. നോട്ട് ചെയ്ത് വെക്കാം, മൂക്കിനെ കുറിച്ചുള്ള പഠനം റിനോളജി. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഗന്ധഗ്രാഹികളാണ്. നമ്മൾക്ക് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഗന്ധഗ്രാഹികളാണ്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി ഓൾഫാക്ടറി നെർവ് കേട്ടോ. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി ഓൾഫാക്ടറി നെർവ്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രം. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രം. ഇനി പാമ്പുകൾ, പല്ലികൾ തുടങ്ങിയ ജീവികളിൽ ഗന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭാഗം ശ്രദ്ധിക്കുക. പാമ്പുകൾ, പല്ലികൾ തുടങ്ങിയ ജീവികളിൽ ഗന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭാഗം അത് ജേക്കബ് സൺസ് ഓർഗൻ ആണ്. എന്താണ് ജേക്കബ് സൺസ് ഓർഗൻ? മനുഷ്യന്റെ മൂക്കിൽ ഏകദേശം എത്ര ഗന്ധഗ്രന്ഥികളുണ്ട്? മനുഷ്യന്റെ മൂക്കിൽ ഏകദേശം എത്ര ഗന്ധഗ്രന്ഥികളുണ്ട്? 50 ലക്ഷം. ഉത്തരം ഏകദേശമാണ് 50 ലക്ഷം. നായയുടെ മൂക്കിൽ ഒരു ചതുരത്തിൽ എത്ര ഗന്ധഗ്രന്ഥികളുണ്ട്? എത്രയുണ്ട്? 40 ലക്ഷം ട്ടോ. 40 ലക്ഷം. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അനോസ്മിയ. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അനോസ്മിയയാണ്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അനോസ്മിയ ട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ അനോസ്മിയ. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ്. എപ്പിസ്റ്റാക്സിസ് എന്നാണ് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് മൂക്കിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, 5 സെൻസ് ഓർഗൻസ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തത്. അതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും ഓരോ വീഡിയോസിൻ്റെ എന്താ പറയുക അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവ് എന്നുള്ള ടോപ്പിക്ക് നിന്നിട്ടില്ല. അതിൽ ഞാൻ ആദ്യം എടുത്തു തുടങ്ങിയത് നമ്മൾ 5 സെൻസ് ഓർഗൻസ് വെച്ച് തന്നെ തുടങ്ങാമെന്ന് വെച്ചു. നമുക്ക് കോശങ്ങളെ പറ്റിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന വേറെ ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ഈ ടോപ്പിക്കിൽ തന്നെ, അതായത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവിൽ വേറെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് 5 സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ട് എന്തായാലും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. താങ്ക് യു.